വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. സ്പൈസി ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷും വേണ്ട, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്പൈസി ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ? എനിക്ക് വായു. ടൊമാറ്റോ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉഴുന്നുപരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊരു ടീസ്പൂണാണ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും 2 ഉള്ളി, അതേപോലെ എരിവിനാവശ്യമായ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 4 തക്കാളിയും 5 വറ്റൽമുളകും നന്നായി അരച്ച് പേസ്റ്റ് ആക്കിയതാണ്, അതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം, കാരണം ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറണം. എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ റൈസിലേക്ക് ഈ ഒരു മസാല കൃത്യമായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനൊരു പിടി മല്ലിയില കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്പൈസി അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെസിപ്പിയാണ്. ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന പറ്റിയൊരു റെസിപ്പിയാണിത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൊന്ന് രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.